സിനിമാറ്റിക് ട്രാവൽ വീഡിയോസ്, സിനിമാറ്റിക് വ്ളോഗ്സ്, സിനിമാറ്റിക് റിവ്യൂസ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എവിടെ തുറന്നാലും മെയിനായിട്ട് കാണുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സിനിമാറ്റിക്കാണ്. സിനിമാറ്റിക് റീൽസ്, സിനിമാറ്റിക് ട്രാവൽ വീഡിയോസ്, സിനിമാറ്റിക് റിവ്യൂസ്. അപ്പം എനിക്കും വേണം ഒരു സിനിമാറ്റിക് സെറ്റ്. ലൈക്ക് സിനിമാറ്റിക് എന്ന് പറയുമ്പോൾ എനിക്ക് പല പല ഘടകങ്ങളുണ്ടായിരിക്കും. അതിൽ മെയിൻ ഘടകമാണ് ലൈറ്റ്സ്. അപ്പം എനിക്ക് എങ്ങനെ ഈ ഒരു ലുക്ക് ഇരിക്കുന്ന വീഡിയോസിനെ സെറ്റപ്പിലോട്ട് എങ്ങനെ മാറ്റി നമുക്ക് നോക്കാം, അതും അണ്ടർ 1000 rupees. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സിനിമാറ്റിക് ലൈറ്റിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങി. ഗൂഗിൾ കയറി സെർച്ചും ചെയ്ത് റിസൾട്ട് സ്ക്രോൾ ചെയ്തിരുന്നപ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് കണ്ടു. അതിൻ്റെ ആമസോൺ പ്രൈസിങ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. ഒന്നും അങ്ങനെ വിട്ടുകൊടുക്കാത്തതുകൊണ്ട് തന്നെ നേരെ യൂട്യൂബിൽ കയറി സെർച്ചും ചെയ്ത് അങ്ങനെ പരമേശ്വർ റോയുടെ വീഡിയോയും കണ്ട് അതിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് സെറ്റപ്പ് ഉണ്ട്. അപ്പോഴാണ് എൻ്റെ രണ്ട് കണ്ടീഷനെ കുറിച്ച് ഞാൻ ഓർക്കുന്നത്. ഒന്ന്, രണ്ട് ലൈറ്റും അണ്ടർ 1000 ആയിരിക്കണം, അതുപോലെ തന്നെ രണ്ടും പോർട്ടബിൾ ആയിരിക്കണം. പിന്നെ എല്ലാ ഇന്ത്യക്കാരെയും പോലെ ചുളുവിലേക്ക് പ്രൊഡക്റ്റ് കിട്ടുന്ന മീഷോ കയറി നോക്കി. അങ്ങനെ നമ്മുടെ കണ്ടീഷന് മാച്ച് ആകുന്ന രണ്ട് പ്രൊഡക്റ്റും അപ്പം തന്നെ കയറി ഓർഡർ ആക്കി. അങ്ങനെ നമ്മുടെ കയ്യിൽ രണ്ട് പ്രൊഡക്ട്സ് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് M160. അപ്പോൾ ഇതിൻ്റെ പേരില്ല, കാരണം ഇതൊരു ജനറിക് ആയിട്ട് ലൈറ്റ് ആണ്. ഇത് M160 ആണ്. ഇത് രണ്ടിനോട് വന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 986 rupees ആണ് എനിക്കായത്. അപ്പോൾ ഈ രണ്ടിലും കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. രണ്ടത്തെ ഫീച്ചേഴ്സ് സെയിം ആണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് പറയാം. രണ്ടിനകത്തും ടൈപ്പ് C ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കളർ ടെമ്പറേച്ചർ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ RGB ലൈറ്റ്സ്, അതും സ്റ്റാറ്റിക് ആയിട്ടും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡ്സും മാറ്റാൻ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ബ്രൈറ്റ്നെസ് ലെവൽസും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ M160 അല്ലെ ഈ ഒരു മോഡലിന് ഇതിനെ വെച്ചുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറേ കൂടെ LED ലൈറ്റ്സ് കൂടുതലാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം കാണാന്നുള്ളത് ഇത്രയും ഏരിയ LED ലൈറ്റ്സ് ആയതുകൊണ്ട് ഇതിനകത്തിൽ കുറേ കൂടെ വെളിച്ചം കൂടുതലായിരിക്കും കമ്പയർഡ് ടു ദിസ് വൺ. ഇതിനകത്ത് അത്രയും LED ലൈറ്റ്സ് ഇല്ല, അതുകൊണ്ട് ചെറിയ ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇങ്ങനെ നമുക്ക് ഈ രണ്ട് ലൈറ്റും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മാറ്റാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് ലൈറ്റും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ M160 അഥവാ ആ വലിയ ലൈറ്റ് നമ്മളിവിടെ കീ ലൈറ്റായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. നമ്മളെ പ്രൈമറി സോഴ്സ്, ഒരു സബ്ജക്റ്റിനെ 45 ഡിഗ്രി ആംഗിളിൽ പ്രൈമറി സോഴ്സായിട്ട് നമ്മളെ ലൈറ്റ് ചെയ്തേക്കുന്നത് കീ ലൈറ്റാണ്. അതും 2 സ്റ്റോപ്സ് ബ്രൈറ്റ്നെസ് ഡൗൺ ചെയ്തിട്ട് നമ്മളിവിടെ നമ്മൾ ഫിൽ ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയ ഷാഡോ ആണ്. അപ്പം നമുക്ക് അവിടെ കാണാൻ വേണ്ടി ഷാഡോസിനെ കുറച്ച് ബ്രൈറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളോടൊരു ഫിൽ ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്ലൂ കളറിൽ സെറ്റ് ചെയ്തേക്കണം RGB. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഒരു മോണിറ്റർ കാണാം, അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്ക് ലൈറ്റോടെ ഫിൽ ചെയ്യാം, ഒരു ബാക്ക്ഗ്രൗണ്ടിനെ ലൈറ്റപ്പ് ചെയ്യാൻ വേണ്ടി ലൈറ്റോടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ചെറിയൊരു സെറ്റപ്പ്. നമുക്ക് ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ അണ്ടർ 1000 rupees ആണ്, 986 rupees ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുവരണം, നമുക്ക് വീഡിയോ എടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ നല്ലതാണ്. ഇതാണ് എൻ്റെ ചെറിയ സെറ്റപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ആവും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.